Hello all, welcome to News in 360 Degree by Civil 360 IAS Academy. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് 92% of workers cleaning urban sewers, septic tanks belong to SC, ST, OBC groups, finds survey. ഒരു ഗവൺമെന്റ് പ്രൊഫൈൽ ചെയ്യുന്നുണ്ട് ഈ സ്യൂവറും സെപ്റ്റിക് ടാങ്കും ക്ലീൻ ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഒരു സെൻട്രൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സർവേ എടുത്തിട്ടുണ്ട്. സോ അപ്പൊ അതിന്റെ സർവേയുടെ ബേസിസിൽ വന്ന കുറച്ച് ഫൈൻഡിങ്സ് ആണ് ഇന്നത്തെ ന്യൂസിലുള്ളത്. ന്യൂസിലൊരു സ്കീമിനെ പറ്റി പറയുന്നുണ്ട്, നമസ്തേ സ്കീം, നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം. നമസ്തേ സ്കീം, ഈ സ്കീം നേരത്തെ ഉണ്ടായിരുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് മാനുവൽ സ്കാവഞ്ചേഴ്സ് SRMS എന്ന് പറയുന്ന സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇതിന്റെ നോഡൽ മിനിസ്ട്രി, ഇതൊരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ്. രണ്ട് മിനിസ്ട്രീസ് ഇൻവോൾവ് ആണ്. ഒന്ന് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റും മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് urban affairs. ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് നാഷണൽ സഫായി കർമചാരി ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്, NSKFDC. സഫായി കർമചാരി എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ വർക്കേഴ്സ് എന്നാണ് അർത്ഥം. നാഷണൽ സഫായി കർമചാരി ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ നമസ്തേ സ്കീമിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി. ഈ സ്കീമിന്റെ എയിം എന്ന് പറയുന്നത് ഇറ്റ്സ് initiative that aims to ensure safety and dignity of sewer and septic tank workers, promotes the use of mechanized equipment for cleaning sewers and septic tank. അതായത് ഈ സ്യൂവേഴ്സും സെപ്റ്റിക് ടാങ്കും ക്ലീൻ ചെയ്യുന്നതിന് എന്താ പറയാ, ഒരു മെക്കനൈസേഷൻ കൊണ്ടുവരാം. കേരളത്തിലൊക്കെ നമുക്കൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, ഈ റോബോട്ട്സിനെ യൂസ് ചെയ്ത് സെപ്റ്റിക് ടാങ്ക്സും സ്യൂവേഴ്സും ക്ലീൻ ചെയ്യുന്ന. അപ്പൊ അതൊക്കെ ഈ നമസ്തേ സ്കീമിന്റെ അടിയിലും അതുപോലത്തെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. It includes provision for health insurance, skill development and capital subsidies for equipment procurement. സ്കിൽ ഡെവലപ്മെന്റ്, അതായത് ഓൾട്ടർനേറ്റ് വൊക്കേഷൻസ് സീക്ക് ചെയ്യുന്നതിന് സ്കിൽ ഡെവലപ്മെന്റ്, അതുകൂടാണ്ട് ക്യാപിറ്റൽ സബ്സിഡീസ് ഫോർ എക്വിപ്മെന്റ് പ്രൊക്യൂർമെന്റ്. ഈ സ്കീമിന്റെ കീഴിൽ ഒരു സാനിപ്രൂണേഴ്സ്, അതായത് സാനിറ്റേഷൻ എന്റർപ്രൂണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു എയിം ഉണ്ട് ഈ സ്കീമിന്. സോ ആ സ്കീമിന്റെ അടിയിൽ ഈ SSWs, അതായത് സാനിറ്റേഷൻ ആൻഡ് സ്യൂവർ ക്ലീനിങ് വർക്ക് ചെയ്യുന്നവരെ സേഫ്റ്റി ട്രെയിനിങ് കൊടുക്കും, എക്വിപ്മെന്റ് വാങ്ങിക്കാനുള്ള ക്യാപിറ്റൽ സബ്സിഡീസ് കൊടുക്കും. സോ അത് വെച്ചിട്ട് സാനിറ്റേഷൻ ഓൺടർപ്രൂണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ നമസ്തേ സ്കീമിന്റെ ഒരു എയിം ആണ്. പിന്നെ ഇതിന്റെ കീഴിൽ തന്നെ ക്രിയേഷൻ ഓഫ് ദിസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സെൻട്രൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക ഫോർ പ്രൊഫൈലിംഗ് ഓൾ SSWs. ഇത്രയാണ് ഈ സ്കീമിന്റെ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്. വിംസ് പെർസ്പെക്ടീവിൽ സ്കീം എന്താണ്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, എന്താണ് ഇതിന്റെ കീഴിൽ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. മീൻസ് പെർസ്പെക്ടീവിൽ ഒരു ഗവൺമെന്റ് സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള സ്കീം എന്നുള്ള രീതിക്ക് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഈ സർവേ പ്രകാരമുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ 91.9% of 38% profile sewers and septic tank workers SSWs belong to SC, ST or OBC communities. ഈ മൂന്ന് കമ്മ്യൂണിറ്റീസ് നിന്നാണ് 91% വർക്കേഴ്സും വരുന്നത്. പിന്നെ 2009 2023 ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് 377 people from across the country have died of hazardous cleaning of sewers and septic tanks. ഇത് പാർലമെന്റില് ഗവൺമെന്റ് ടേബിൾ ചെയ്ത ഡേറ്റ പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. At least 377 people have died. Since 2023, 283 urban local bodies have reported zero sewer and septic tank workers, and 2,364 ULBs have reported less than 10 SSWs each. സോ ഈ സ്കീമിന്റെ കീഴിൽ എന്താണ്, ഇവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, ഓൾട്ടർനേറ്റ് വൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള സ്കില്ലിംഗ് കൊടുക്കാന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്കീം 2023 ഓപ്പറേഷണൽ ആയതിനു ശേഷം 283 urban local bodies സീറോ സെപ്റ്റിക് ആൻഡ് സ്യൂവർ ക്ലീനിങ് വർക്കേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പുതിയതായിട്ട് വർക്കേഴ്സ് ഒന്നും ഇല്ല അവിടെ. പിന്നെ 2,364 urban local bodies ലെസ് ദാൻ 10 ക്ലീനിങ് വർക്കേഴ്സ് ഈച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനുവൽ സ്കാവെഞ്ചിങ്ങിനെ പറ്റിയിട്ടും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. സോ മാനുവൽ സ്കാവെഞ്ചിങ്ങും ഈ പറയുന്ന സ്യൂവർ ആൻഡ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒരു ആക്ട് പ്രകാരമാണ്,
പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദ റീഹാബിലിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ഈ ആക്ടില് ഒരു ടെക്നിക്കൽ ഡിഫറൻസിന്റെ പേരിൽ ഈ രണ്ട്, അതായത് മാനുവൽ സ്കാവഞ്ചിങ്ങും ഈ സെപ്റ്റിക് ടാങ്ക് ആൻഡ് ഹസാർഡസ് ക്ലീനിങ് വർക്ക്സ്, അതർ ഹസാർഡസ് ക്ലീനിങ് വർക്ക്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗവൺമെന്റ് പറയുന്നത് ഇപ്പൊ ശരിക്കും ഈ സ്യൂവർ ആൻഡ് സെപ്റ്റിക് ടാങ്ക് വർക്കേഴ്സ് മാത്രമേ നമുക്കുള്ളൂ, മാനുവൽ സ്കാവഞ്ചേഴ്സ് ഇല്ല. 2018 58,098 മാനുവൽ സ്കാവഞ്ചേഴ്സ് ഉണ്ടെന്നാണ് ഗവൺമെന്റ് ഡേറ്റ പ്രകാരം ഉണ്ടായിട്ടുള്ളത്. സിൻസ് ദെൻ പുതിയതായിട്ട് മാനുവൽ സ്കാവഞ്ചേഴ്സ് ഒന്നും ഇല്ല എന്നാണ് ഗവൺമെന്റ് ഡേറ്റ പറയുന്നത്. ഈ 58,098 മാനുവൽ സ്കാവഞ്ചേഴ്സിലെ 97% എന്ന് പറയുന്നത് SC കമ്മ്യൂണിറ്റി എന്നായിരുന്നു. മിനിസ്ട്രി റെക്കോർഡ്സ് പറയുന്നത് ഓൾ 58,098, അതായത് ഈ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള 58,098 manual scavengers were given one-time cash transfer of ₹40,000 and around 19,000 among them opted for skills training in alternate occupation. അതായത് ഈ ആക്ടിന് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് പ്രകാരം ഐഡന്റിഫൈ ചെയ്തിട്ട് 40,000 രൂപയുടെ വൺ ടൈം സെറ്റിൽമെന്റിന് ചിലർ ഓപ്റ്റ് ചെയ്തു, മറ്റു ചിലര് സ്കിൽ ട്രെയിനിങ്ങിനും ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിൽ ട്രെയിനിങ്ങിന് ഓപ്റ്റ് ചെയ്ത് കുറെ പേര് ഓൾട്ടർനേറ്റ് വൊക്കേഷൻസും തേടിപ്പോയി. അതിനുശേഷം പുതിയതായിട്ട് മാനുവൽ സ്കാവഞ്ചിങ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ മറ്റു ചില NGOs ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല, മാനുവൽ സ്കാവഞ്ചിങ് ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഗവൺമെന്റ് ഡേറ്റ പ്രകാരം മാനുവൽ സ്കാവഞ്ചേഴ്സ് പുതിയതായിട്ട് 2018 ശേഷം ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത ന്യൂസ്, മേക്ക് ഇൻ ഇന്ത്യ സ്കീമിന്റെ 10th ആനിവേഴ്സറി ആണ് വരുന്നത് ഈ സെപ്റ്റംബറിൽ. 2014 ആ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് ഈ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ട്, അങ്ങനെ ഒരു ഡേറ്റ സെറ്റ് ആണുള്ളത് ഇതില്. മേക്ക് ഇൻ ഇന്ത്യ സ്കീം 2014 ലോഞ്ച് ചെയ്തതാണ്. ആൻഡ് ആസ് യു ഓൾ നോ, ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഹബ് ആക്കി മാറ്റുക, ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡിജിനസ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് എൻഹാൻസ് ദ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് ഗ്രോത്ത് റേറ്റ് ടു 12 to 14% പെർ ആനം. മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് 12 to 14 സെക്ടർ ആയിട്ട് വർദ്ധിപ്പിക്കുക. പിന്നെ GDP-യിലുള്ള മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 25% ആക്കുക by 2025. At present ഇതൊരു 15 to 16% നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ. അതിനെ 25% ആക്കുക, അതൊരു എയിമാണ്. ക്രിയേറ്റ് 100 million അഡീഷണൽ ഇൻഡസ്ട്രിയൽ ജോബ്സ്. ഇപ്പൊ അറ്റ് പ്രസന്റ് 60 million ആണ്, അത് 100 million ആക്കി ഉയർത്തുക by 2025. ഇത്രയാണ് മേക്ക് ഇൻ ഇന്ത്യ സ്കീമിന്റെ എയിംസ് എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റ സെറ്റ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിന്റെ ഔട്ട്കംസ് പറയുന്നതെന്ന് വെച്ചാൽ, ഓവറോൾ ചില സെക്ടർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് പോലും മാനുഫാക്ചറിംഗ് ഡേറ്റയാണ് വന്നിട്ടുള്ളത്. മാനുഫാക്ചറിംഗിലെ ഗ്രോസ് വാല്യൂ ആഡഡ്, അതിന്റെ ഗ്രോത്ത് റേറ്റ് സ്ലോ ഡൗൺ ചെയ്തു. അതായത് കഴിഞ്ഞ ഡെക്കേഡ് 2001 തൊട്ട് 2012 വരെയുള്ള ഡെക്കേഡിൽ അത് 5.5% ആയിരുന്നു. 2012 to 23 8.1% ആയിരുന്നു. 2012 to 23 ഈ കഴിഞ്ഞ ഡെക്കേഡിൽ അത് 5.5 ആയിട്ട് ഇതിന്റെ ഗ്രോത്ത് റേറ്റ്, ഗ്രോസ് വാല്യൂ ആഡഡിന്റെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൂടാണ്ട് ഈ GDP-യുടെ ഷെയർ വളരെ സ്ലൈറ്റ് ഇൻക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് റീസെന്റ് ആയിട്ട് വന്നതാണ്. അതിന് കാരണം പറയുന്നത് മെത്തഡോളജിക്കൽ ചേഞ്ച്, കാൽക്കുലേഷനിൽ വന്ന മെത്തഡോളജിക്കൽ ചേഞ്ച് ആണ്. ഈ GDP-യുടെ ഷെയർ ഹാസ് ലാർജ്ലി സ്റ്റാഗ്നേറ്റഡ് അറൗണ്ട് 15 to 17%. 25% by 2025 ആണ് എയിം എങ്കിൽ പോലും ഇപ്പോഴും ഇത് സംവെയർ അറൗണ്ട് 15 to 17%. പിന്നെ മാനുഫാക്ചറിംഗ് എംപ്ലോയ്മെന്റ് 100 million ക്രിയേറ്റ് ചെയ്യണം എന്നാണ്, പക്ഷെ അത് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. നാഷണൽ സാമ്പിൾ സർവേ ഡേറ്റ പ്രകാരം 12.6% ആയിരുന്നു 2011-12. 2022-23 അത് മാനുഫാക്ചറിംഗ് എംപ്ലോയ്മെന്റ് 11.4% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ശതമാനക്കണക്ക് കുറയുകയാണ് ചെയ്തത്. അതുകൂടാണ്ട് ഇൻഫോർമൽ സെക്ടർ മാനുഫാക്ചറിംഗ്, അതായത് ഓർഗനൈസ്ഡ് അല്ലാത്ത അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള മാനുഫാക്ചറിംഗ് ആണ് മോസ്റ്റ് എംപ്ലോയ്മെന്റ് ഉള്ളത്, അവിടെയാണ്. അത് ഡിക്ലൈനും ചെയ്തിട്ടുണ്ട് ഫ്രം 38.8 million in 2015-16 to 30.6 million. ഓൾമോസ്റ്റ് 8 million കുറവ് വന്നിട്ടുണ്ട് ബൈ 22-23.
അഗ്രികൾച്ചറിന്റെ ഷെയർ, അതായത് ഇവിടെ എന്താ പറയുക, മാനുഫാക്ചറിംഗ് സെക്ടറിൽ കുറവ് വന്നപ്പോൾ തന്നെ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറിന്റെ ഷെയറിൽ കറസ്പോണ്ടിംഗ്ലി ഒരു ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. അഗ്രികൾച്ചർ ഷെയർ ഇൻ ദ വർക്ക് ഫോഴ്സ് ഇൻക്രീസ് ഫ്രം 42.5% in 2018-19 to 45.8% in 2022-23. ഈ പ്രൈമറി സെക്ടറിന്റെ ശരിക്കും നമ്മൾ ഈ മാനുഫാക്ചറിംഗ് സെക്ടർ ബൂസ്റ്റ് ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് സെക്കൻഡറി സെക്ടർ എന്താ പറയാ നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സെക്കൻഡറി ടെർഷറി സെക്ടർ, അതായത് സർവീസസ് സെക്ടറും പ്രൈമറി സെക്ടറുമാണ് നമ്മുടെ എക്കണോമിയെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഡെവലപ്മെന്റ് വളരെ ലോ ആണ് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം. സോ അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡറി സെക്ടർ ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. സോ ഈ എംപ്ലോയ്മെന്റ് ജനറേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാനുഫാക്ചറിംഗ് സെക്ടറിന് ഇത്രയും ബൂസ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്നത് അഗ്രികൾച്ചർ ഷെയർ ഇൻ ദ വർക്ക് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തു എന്നാണ്. സോ ഇത് സിഗ്നൽ ചെയ്യുന്നത് ഒരു പ്രിമച്ചർ ഡി ഇൻഡസ്ട്രിയലൈസേഷനിലേക്കാണ്. അതായത് ഇൻഡസ്ട്രിയലൈസ് ആവുന്നതിന് മുന്നേ, കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയലൈസ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡി ഇൻഡസ്ട്രിയലൈസ് ആവുന്നു എന്നാണ് ഈ ഡേറ്റ സെറ്റപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. സോ ഇറ്റ്സ് കോൾഡ് പ്രിമച്ചർ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതിന് റീസൺസ് പറയുന്നത് കൊളാപ്സ് ഓഫ് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത്. ഈ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പിന്നെയും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഫാക്ടറീസ്, മെഷീനറി, ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇനി ഫർദർ പ്രൊഡക്ഷൻ സസ്റ്റെയിൻ ചെയ്യാനുള്ളതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് കുറയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്രോസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നും പറയും, അതിന്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ കുറയാണ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് സിഗ്നലിംഗ് പ്രിമച്ചർ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. സോ ഇതിന്റെ വേ ഫോർവേഡ് ആയിട്ട് ഈ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് റീഇമാജിൻ ഇൻഡസ്ട്രിയൽ പോളിസി, അതായത് അലൈൻ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി ടു പ്രൊമോട്ട് ഡൊമസ്റ്റിക് വാല്യൂ അഡിഷൻ ആൻഡ് ലേണിംഗ്. അതായത് നമ്മുടെ ട്രേഡ് പോളിസീസും ഇൻഡസ്ട്രിയൽ പോളിസീസും ആയിട്ടൊരു ലിങ്ക് വേണം. അത് വെച്ചിട്ട് വേണം ഇൻഡസ്ട്രിയൽ പോളിസി ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യാൻ. അതൊരു വേ ഫോർവേഡ് ആയിട്ട് പറയുന്നു. പിന്നെ പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ഗ്രോത്ത് ആൻഡ് ടെക്നോളജിക്കൽ കാച്ചിങ് അപ്പ്. ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, ടെക്നോളജി ബൂസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡൊമസ്റ്റിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടു പ്രൊമോട്ട് അഡാപ്റ്റീവ് റിസർച്ച്. ഡൊമസ്റ്റിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യുക. പിന്നെ ഫോക്കസ് ഓൺ ഇൻഡിജിനൈസേഷൻ ഓഫ് ഇമ്പോർട്ട് ടെക്നോളജി. നമ്മുടെ ഇമ്പോർട്ട് ടെക്നോളജി ഇൻഡിജിനൈസ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. എനേബിൾ അഫോർഡബിൾ ലോങ് ടേം ക്രെഡിറ്റ്. ഈ മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ക്രെഡിറ്റ് വേണം. സോ ഈ ലോങ് ടേം ക്രെഡിറ്റിന് വേണ്ടിയിട്ട് പ്രിഫറബിളി ഒരു പബ്ലിക് ഫണ്ട് ഡെവലപ്മെന്റ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാന്നൊക്കെയാണ് ഇതിൽ വേ ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ആർട്ടിക്കിളിന്റെ ക്രക്സ്. പിന്നെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ പറ്റിയിട്ട്, ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ ആണെന്നുള്ള രീതിക്ക് ഒപ്പോസിഷന്റെ ഒരു ക്രിറ്റിസിസം ഉണ്ട്. സോ ആ കോണ്ടെക്സ്റ്റില്, UPSC കോണ്ടെക്സ്റ്റില് നമുക്കൊരു GS2 പെർസ്പെക്ടീവിലും ഇൻഫാക്ട് GS1 GS3 എൻവയോൺമെന്റിലായാലും ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ് ഡെവലപ്മെന്റ് പ്രോജക്ട് അത് എന്താണെന്നും എന്താണ് അതിന്റെ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്, അതൊരു GS2 പെർസ്പെക്ടീവ് എന്നും, എന്താണ് അതിന്റെ ഇഷ്യൂസ് എൻവയോൺമെന്റ് പെർസ്പെക്ടീവിലായാലും അല്ലാണ്ടായാലും എന്തൊക്കെയാണ് അതിന്റെ ഇഷ്യൂസ്, എന്തൊക്കെയായിരിക്കും അതിന്റെ വേ ഫോർവേഡ്, എങ്ങനെയായിരിക്കും സസ്റ്റൈനബിളി എന്താ പറയുക ഒരു ഐലൻഡ് ഡെവലപ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ള രീതിക്ക് ഒരു വേ ഫോർവേഡ് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, ഇതൊരു കോംപ്രിഹെൻസീവ് 72,000 crore ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സിൽ. ഇത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ANIDCO, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. സോ ഇതിന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് മലാക്ക സ്ട്രേറ്റിന് വളരെ ക്ലോസ് ആയിട്ടാണ്. മലാക്ക സ്ട്രേറ്റിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. മലാക്ക സ്ട്രേറ്റിന് വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ ലെവറേജ് ചെയ്യാന്നുള്ളതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന്റെ എയിം. ഇതിൽ ഒരു ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഉണ്ട്. ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒരു ഷിപ്സ് വന്ന് അൺലോഡ് ചെയ്ത് അടുത്ത ഷിപ്പിലേക്ക് കയറ്റാനുള്ള ഒരു ടെർമിനൽ, ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഉണ്ടാവും. ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടാവും. 2 സിറ്റീസ് ഉണ്ടാവും. അതല്ലാണ്ട് ഒരു കോസ്റ്റൽ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. ഒരു ഫ്രീ ട്രേഡ് സോൺ ഉണ്ടാവും. ഇത്രയാണ് ഈ പ്രോജക്റ്റിന്റെ കീഴിൽ വളരെ കോംപ്രിഹെൻസീവ് ആയ ഒരു പ്രോജക്റ്റ് ആണ് എൻവിഷൻ ചെയ്യുന്നത്. സോ ഈ ഐലൻഡ്സിനെ പറ്റി പറയുമ്പോൾ ശരിക്കും ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് 836 ഐലൻഡ്സ് ആണ്. ആൻഡ് ഈ ആൻഡമാനെ നിക്കോബാറേയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 10 ഡിഗ്രി ചാനലും ഉണ്ട്. ബ്രോഡ്ലി നമ്മൾ പറയുമ്പോൾ
നോർത്ത് ആൻഡമാൻ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ഐലൻഡ്സ്, മിഡിൽ ആൻഡമാൻ അത് കഴിഞ്ഞ് സൗത്ത് ആൻഡമാൻ അതിന്റെയും താഴെ. ദെൻ ദർ ഇസ് ഡങ്കൻ പാസേജ്. ഡങ്കൻ പാസേജ് കഴിഞ്ഞ് ലിറ്റിൽ ആൻഡമാൻ വരുന്നുണ്ട്. ലിറ്റിൽ ആൻഡമാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ താഴെ നിക്കോബാർ ഐലൻഡ്സ് തുടങ്ങുന്നത്. ഈ ഇത്രയും ആൻഡമാൻ ഇത്രയും നിക്കോബാർ എന്ന് നമ്മൾ ജനറലി വിളിക്കും. ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് 10° ചാനലാണ്. ആ ഒരു വാട്ടർ പാസേജ് നമ്മൾ 10° ചാനൽ എന്ന് പറയും. പിന്നെ നിക്കോബാർ ഐലൻഡ്സിലേക്ക് വരുമ്പോൾ കാർ നിക്കോബാർ, അത് കഴിഞ്ഞ് പാഞ്ചാൽ ചാനൽ ആണ്. പാഞ്ചാൽ ചാനൽ കഴിയുമ്പോൾ നെക്സ്റ്റ് നൻകൗറി ഐലൻഡ്സ്, അത് കഴിഞ്ഞ് സൊംബ്രേറോ ചാനൽ, അത് കഴിഞ്ഞ് ലിറ്റിൽ നിക്കോബാർ, അത് കഴിഞ്ഞ് സാറ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ അതായിരിക്കും. വളരെ അടുത്താണ്. ഈ കാണുന്ന റെഡിൽ കാണുന്നതാണ് മലാക്ക സ്ട്രേറ്റ്, സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഇന്തോനേഷ്യയുടെയും സിംഗപ്പൂരിന്റെ ഒക്കെ ഇടയ്ക്കുള്ള, തായ്ലൻഡ് സിംഗപ്പൂരിന്റെ ഒക്കെ ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ട്രേറ്റ് ആണ്. ഈ സ്ട്രേറ്റ് ഓഫ് മലാക്കയുടെ വളരെ അടുത്താണ് ഗ്രേറ്റ് നിക്കോബാർ വരുന്നത്. ഗ്രേറ്റ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കൂടിയാണ്. ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് ഉണ്ട്, ഗലാത്തിയ നാഷണൽ പാർക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് വളരെ ബയോഡൈവേഴ്സിറ്റി റിച്ച് സ്പോട്ടാണ്. അതുകൂടാണ്ട് ട്രൈബൽ പോപ്പുലേഷൻ, ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷൻ, ഉദാഹരണത്തിന് ഷോംപെൻസ്, നിക്കോബാരീസ് ഒക്കെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഐലൻഡ്സ് ആണിത്. സോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. ഇറ്റ് സ്ട്രാറ്റജിക്കലി ക്ലോസ് ടു ചോക്ക് പോയിന്റ് ഓഫ് മലാക്ക സ്ട്രേറ്റ്. 30% ഗ്ലോബൽ ട്രേഡ് പോകുന്നത് മലാക്ക സ്ട്രേറ്റിൽ കൂടെ പാസ് ചെയ്തിട്ടാണ്. മലാക്ക സ്ട്രേറ്റിന്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് ഇന്ത്യൻ ഓഷനെയും പസഫിക് ഓഷനെയും ലിങ്ക് ചെയ്യുന്ന ഒരു സ്മോൾ ചാനൽ ഓഫ് വാട്ടർ ആണ് ഈ മലാക്ക സ്ട്രേറ്റ്. ചൈനയ്ക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ട്രേഡ് ലിങ്ക് ആണ് മലാക്ക സ്ട്രേറ്റ്. ഈ മലാക്ക സ്ട്രേറ്റിലുള്ള ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ശരിക്കും നമ്മൾ മലാക്ക സ്ട്രേറ്റ് ഒരു ചോക്ക് പോയിന്റ് ആയിട്ടാണ് കാണുന്നത് ചൈനയ്ക്കെതിരെ. ചൈന ശരിക്കും ഈ BRI-യിലൂടെ നമ്മുടെ പേൾ ഓഫ് സ്ട്രിങ്സ് എന്നൊക്കെ പറയില്ലേ, പേൾ ഓഫ് സ്ട്രിങ്സ് ഡോക്ട്രിൻ ഒക്കെ കൊണ്ടുവരുന്നത് തന്നെ ഈ ഏരിയയിലൊക്കെ പ്രസൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യ കൗണ്ടർ ചെയ്യാനായിട്ടാണ്. സോ നമുക്ക് മലാക്ക സ്ട്രേറ്റിന്റെ അടുത്തൊരു പ്രസൻസ് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കലി വളരെ സിഗ്നിഫിക്കന്റ് ആണ്. സോ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എ ട്രൈലമ, ഒരു 3-pronged ഇഷ്യൂ ആണുള്ളത്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ ഒരു നെസസിറ്റി ആണ് ഗിവൻ ദ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ്. പക്ഷെ അതേസമയം ബയോഡൈവേഴ്സിറ്റിയും പ്രിസർവ് ചെയ്യണം. ഈ ഗലാത്തിയ ബേ നാഷണൽ പാർക്കിലൊക്കെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയ ലെതർ ബാക്ക് ടേർട്ടിൽ ഫോർ എക്സാമ്പിൾ ഉണ്ട്. സോ ഇതുപോലത്തെ മറ്റനേകം സ്പീഷീസ് ഉണ്ട് ഗ്രേറ്റ് നിക്കോബാറിൽ. അതുകൂടാണ്ട് ഈ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഹാബിറ്റൻസ്, ഉദാഹരണത്തിന് ഷോംപെൻ ട്രൈബിന്റെ ഒക്കെ എന്താ പറയാ, അവരുടെ ലൈവ്ലിഹുഡ് അവരെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ വേ ഓഫ് ലൈഫ് എഫക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. സോ അവരുടെ റൈറ്റ്സ്, ഇതിനെയും ഈ 3 ഏരിയാസ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഒരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഇത്രയും ക്രിറ്റിസിസം വരുന്നത്. സോ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ഏതാണ് ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്നുള്ളത് അറിയണം. അതായത് ഇപ്പം ഇന്തോനേഷ്യ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ അറിയണം, വേൾഡ് മാപ്പിൽ എങ്ങനെയാണ് ലൊക്കേഷൻ വരിക. പിന്നെ അതല്ലാണ്ട് ഈ പാസേജസ് അറിയണം, ഇവിടെയുള്ള ഈ നാഷണൽ പാർക്സ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് അറിയണം. സോ ഇതൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഈ ഒരു ഏരിയയുടെ അവിടെ കൊണ്ടുവരാൻ പോകുന്ന ഈ പ്രോജക്റ്റിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞെടുക്കുക. അടുത്തത് മൻ കി ബാത്തില് പ്രൈം മിനിസ്റ്റർ ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടും അതുകൂടാണ്ട് ലോക്കൽ പ്രോഡക്ട്സിന്റെ പ്രൊമോഷനെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. സോ ഈ മൻ കി ബാത്തിലൊരു ഇനിഷ്യേറ്റീവ് പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു 50ഓളം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഭണ്ഡാര എന്ന് പറയുന്ന സ്ഥലത്തെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അവരുടെ ഭണ്ഡാര ടസർ സിൽക്ക് ഹാൻഡ്ലൂമിന്റെ ട്രഡീഷണൽ പ്രാക്ടീസ് പ്രിസർവ് ചെയ്യാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സോ ഈ പറയുന്ന നമുക്ക് എക്സാമ്പിൾ ആയിട്ട്, അതായത് GS2 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിലൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അതുകൂടാണ്ട് ഇപ്പം വിമൺ എംപവർമെന്റിന്റെ കാര്യമായാലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് മോസ്റ്റ്ലി വുമൺ ലെഡ് ആണ്. സോ അതുകൊണ്ട് വിമൺ എംപവർമെന്റിന്റെ കാര്യത്തിലായാലും ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് സൈറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് ക്രിയേറ്റ് ഇൻ ഇന്ത്യയെ പറ്റി പറയുന്നുണ്ട്. സോ ക്രിയേറ്റ് ഇൻ ഇന്ത്യ
മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഈ ക്രിയേറ്റ് ഇൻ ഇന്ത്യ പരിപാടിയുടെ കീഴിൽ ഒരു 25 ചാലഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ചാലഞ്ചസ് വളരെ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, മ്യൂസിക്, ഇങ്ങനെ വളരെ വേരിയഡ് ആയിട്ടുള്ള ഗെയിമിംഗ്, ആനിമേഷൻ ഫീൽഡിലെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്ന രീതിക്കാണ് ഈ ചാലഞ്ചസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താ പറയാ, ഇഫ് യു ആർ ടാലന്റഡ് ഇനഫ് ഇൻ ദോസ് ഫീൽഡ്സ്, നമുക്ക് ഈ ചാലഞ്ചസ് ഏറ്റെടുത്ത് വി ക്യാൻ പ്രസന്റ് അവർ കണ്ടന്റ്. അപ്പൊ നമ്മുടെ കണ്ടന്റ് ഒരു വൈഡർ ഓഡിയൻസിന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം തരും ഈ ക്രിയേറ്റ് ഇൻ ഇന്ത്യയുടെ 25 ചാലഞ്ചുകൾ. സോ ഇത് വരുന്ന നമ്മുടെ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കോണ്ടെക്സ്റ്റിലാണ്. അതായത് മാറുന്ന കാലത്തിനൊപ്പം ടു കീപ് പേസ്. അതായത് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ റിയലൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ന്യൂ ജോബ് സെക്ടേഴ്സ്. അതായത് ഗെയിമിംഗ്, ആനിമേഷൻ, റീൽ മേക്കിംഗ്, ഫിലിം മേക്കിംഗ്, ഇതൊക്കെ അപ്കമിങ് ജോബ് സെക്ടേഴ്സ് ആണ് നമ്മുടെ ഒരു ഡിജിറ്റൽ ഇറയിലേക്ക് കടക്കുമ്പോൾ. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഈ ക്രിയേറ്റ് ഇൻ ഇന്ത്യ വന്നിട്ടുള്ളത്. പിന്നെ ബീഹാറിലെ ഫ്ലഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട്. സോ അതിന്റെ അവസാനം കുറച്ച് റിവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഗണ്ഡക്, കോസി, ബാഗ്മതി, ബൂട്ടി ഗണ്ഡക്, കംല ബലാൻ, മഹാനന്ദ, ഗംഗ, കോസി. സോ ഈ റിവേഴ്സ് ഒക്കെ ബേസിക്കലി UPSC പെർസ്പെക്റ്റീവിൽ ഈ റിവേഴ്സ് ഇതിന്റെ ലൊക്കേഷൻ, എന്തിന്റെ ട്രിബ്യൂട്ടറി ആണ്, ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് ഒഴുകുന്നത്, ഇതിന്റെ വെസ്റ്റ് ടു ഈസ്റ്റ് ഓറിയന്റേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു വെക്കണം. ഇത് 1997 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് വിത്ത് ദ ഡയഗ്രാം. ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ്. അതായത് 1 എന്ന് പറയുന്നത് ഗണ്ഡക് ആണ്, 2 ഗംഗയാണ്, 3 ഗോമതി ആണ്, ആൻഡ് 4 ഘാഗ്രയാണ്. സോ ഇതേ സംഭവം തന്നെ 2024 പ്രിലിംസിൽ ചെറിയ വ്യത്യാസത്തിലൂടെ ചോദിച്ചിട്ടുണ്ട്. With reference to Himalayan rivers joining the Ganga downstream of Prayagraj from west to east, which one of the following sequences is correct? കോസിയാണ് ഏറ്റവും ലാസ്റ്റ് വരിക ഇത് കഴിഞ്ഞിട്ട്. സോ ഇതിന്റെ ഓർഡർ പറയുമ്പോഴത്തേക്കും വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി. ബി ആണ് ആൻസർ. സോ PYQ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റിവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വെസ്റ്റ് ടു ഈസ്റ്റ് ഓറിയന്റേഷനും റിവേഴ്സും ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ ആണെന്നുള്ളതും പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഓർത്ത് വെക്കുക. അടുത്തത് കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഉണ്ടായിരുന്നു, കാനറി ഐലൻഡിനെ പറ്റിയിട്ടാണ്. സോ കാനറി ഐലൻഡിലേക്ക് ആഫ്രിക്കയിലെ മൊറിറ്റാനിയയിൽ നിന്ന് പോയൊരു റെഫ്യൂജീസിന്റെ ഷിപ്പ് ക്യാപ്സൈസ് ചെയ്തു. കുറെ പേര് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പോ ആ കോണ്ടെക്സ്റ്റില് കാനറി ഐലൻഡ്സ് എവിടെയാണെന്നും അതിന്റെ സിഗ്നിഫിക്കൻസും. കാനറി ഐലൻഡ്സ് എന്ന് പറയുന്നത് സ്പെയിനിന്റെ ഐലൻഡ് ഗ്രൂപ്പ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഈ ആഫ്രിക്കയുടെ വെസ്റ്റേൺ സഹാറ, മൊറോക്കോന്റെ ഒക്കെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ഈ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണ് ഇവിടെ ഉള്ളത്, ഇവിടെയായിട്ട് വരും. ഈ താഴെ കാണുന്ന ഈ ഒരു കൺട്രിയാണ് ഈ പറഞ്ഞ മൊറിറ്റാനിയ. സോ കാനറി ഐലൻഡ്സ് നമുക്ക് വേൾഡ് ജോഗ്രഫി പെർസ്പെക്റ്റീവില്, മാപ്പിംഗ് പെർസ്പെക്റ്റീവില് കാനറി ഐലൻഡ്സ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൂടാണ്ട് കാനറി കറന്റ്, അത് നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. ഈ കാനറി കറന്റിന് ഈ പേര് വരുന്നത് ഇവിടെ ഈ കാനറി ഐലൻഡ്സ് ഉള്ളത് കൊണ്ടാണ്. ഈ കാനറി കറന്റും ഗൾഫ് സ്ട്രീമും ഈ പിക്ചറിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അസോറസ് ഹൈ, നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവിടെ എന്താണ് സർഗാസോ സീ, ഒരു ഗയർ സർക്കുലേഷൻ ഫോം ചെയ്തിട്ട് സർഗാസോ സീ ഫോം ചെയ്യുന്നത്. സർഗാസോ സീക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് കളർ ഉണ്ട്, വിച്ച് ഇസ് ഡ്യൂ ടു ദ വീഡ് കോൾഡ് സർഗാസം. സോ ഇത് ജോഗ്രഫിയിലെ ബേസിക്സ് ആണ്. സോ അറിഞ്ഞിരിക്കുക കാനറി കറന്റ് എവിടെ കൂടിയാണ് ഒഴുകുന്നത്, കാനറി ഐലൻഡ്സ് എവിടെയാണ് എന്നുള്ളത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.